ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫൂക്കറ്റത്തെ ഒരു ഈവനിങ് വ്ളോഗാണിത്. ഇപ്പോഴേ ഇറങ്ങി മിന്നാന്ന് തുടങ്ങിയതാണിത്. 3 ദിവസം ഉണ്ടാവും. നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ രാത്രി അങ്ങനെ പുറത്തിറങ്ങിയില്ല. ഫുഡും കഴിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നിട്ട് വെച്ചാൽ അതിൻ്റെ തലേ ദിവസം നമ്മൾ നന്നായിട്ട് വെള്ളം കൊണ്ടു. അപ്പോൾ എന്തായാലും എനിക്ക് അതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇന്നുമുണ്ട്. അപ്പം നാളെ നമ്മളിവിടുന്ന് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകും. ഇറങ്ങിയതാണ്. കളി തുടങ്ങി. ഇത് ഇവിടെ നിന്നാണ് ഞാൻ, അതായത് വന്ന ഡേ അന്ന് നൈറ്റ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് അവിടെ നിന്നാണ്. പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്നതൊക്കെ അവിടെ നിന്നുള്ള വീഡിയോസാണ്. പിന്നെ നമ്മൾ നേരെ ഫൂക്കറ്റ് ബീച്ചിലേക്ക് പോയി. ഇതിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അതും ഞാൻ പഠിച്ചു. പിന്നെ റേറ്റും കൊണ്ടും ഞാൻ ഒന്ന് ബേക്കോട്ടടിച്ചു. അതായത് 1 പേഴ്സൺ ആണെങ്കിൽ, അതായത് അവിടുത്തെ റേറ്റ് എന്ന് വെച്ചാൽ 1500 ബാത്താണ്. നമ്മുടെ അതായത് ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ 3882 ആണ്. അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. അതായത് 2 പേഴ്സൺ ആണെങ്കിൽ ഞാൻ കയറുമായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ അധികം ഒരു 5 മിനിറ്റ് അത്രയായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. പിന്നെ ബീച്ചിലത്തെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒക്കെ വന്നപ്പം അടിപൊളിയായിരുന്നു. പിന്നെ ഈ സൈഡിൽ സ്റ്റേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്നില്ല. അതായത് 2 ദിവസം ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയി. അവിടുന്ന് ഫുഡും കഴിച്ചു. പിന്നെ ഇവിടെയാണെങ്കിൽ ഫുൾ, അതായത് ഫ്രൂട്ട്സ് അല്ലേ, അവിടുത്തെ ഫ്രൂട്ട്സ് ആണെങ്കിൽ അടിപൊളിയാണ്. നല്ല മധുരം ഒക്കെ ഒറിജിനലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ, അതായത് ഫുള്ള് കറങ്ങണ്ടിട്ട് പോയി. പിന്നെ ലാസ്റ്റ് നമ്മൾ ബീച്ചിൽ തന്നെ എത്തി നൈറ്റ്. പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ അത് പറ്റത്തില്ല. ഞാനൊരു 5 മിനിറ്റ് ഇരിക്കേണ്ടിയിട്ട് ഇരുന്ന് നോക്കുമ്പം ഈ ഷോപ്പിൻ്റെ മുമ്പിലുള്ള, അതായത് ഓരോ സ്ഥലത്ത് ഓരോ ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ മുന്നിലാണ് ഈ ചെയറിങ്ങനെ ഇട്ടിട്ടുണ്ടാവുക. അപ്പം ഒരു 2 സെക്കൻഡ് അവിടെ ഇരിക്കാമെന്ന് വെച്ച് നോക്കുമ്പം, അപ്പം എന്താ വേണ്ട മേഡം, എന്ത് ജ്യൂസ് ഓർ കോഫി എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് വന്നു. അപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല. നല്ല റേറ്റാണ് അവിടുത്തെ. ഒന്നാമത് ബീച്ച് സൈഡ് ആയതുകൊണ്ട് നല്ല ഒടുക്കത്തെ റേറ്റാണ് ഓരോ സാധനത്തിനൊക്കെ. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കണം. 1500 ബാത്ത്, കുട്ടിക്ക് 1200 ബാത്താ പാരസൈലിങ്. ഇനി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഫിഷിൻ്റെ സൈഡിലൊക്കെ പോയപ്പോൾ എനിക്കത് സ്മെല്ല് പോലെ, ഒരു ബാഡ് സ്മെല്ല്. അപ്പോൾ അധികം നേരം അവിടെ ഒന്നുമില്ല. നമ്മൾ നേരെ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ എവിടെ പോയാലും എന്തെങ്കിലും സ്റ്റേജിൻ്റെ പരിപാടി ഉണ്ടാവും. അതും കഴിഞ്ഞ് നമ്മൾ ബീച്ച്, ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ബീച്ചിൻ്റെ സൈഡിലെത്തിയെന്ന്. അപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പം ഇങ്ങനൊരു ഇത് കണ്ടു.
അതായത് ഓരോരുത്തർ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല, അത് പാസ് കൊടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറണമെങ്കിൽ. ഇത് ബാക്ക് സൈഡാണ്, ഫ്രണ്ട് സൈഡിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അതായത് പുറത്തുനിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളുടെ ഇവിടുത്തെ ഇന്നത്തെ ലാസ്റ്റ് നൈറ്റാണിന്ന്. ഇനിയിപ്പം നാളെ നമ്മൾ 5 സ്റ്റാർ റിസോർട്ടിലേക്ക് പോകും. അപ്പോൾ വാ. ഇവിടെ എന്താ ഗ്യോസ ഒന്നും മതിയോ? നമ്മൾ ഇവിടെ നിന്നൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല. നമ്മൾ റൂമിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു സാധനം വാങ്ങിച്ചിട്ട്. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പലതും പൊരിച്ച് വെച്ചിട്ടുണ്ട്. പാറ്റ, പല്ലി, അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാനതിൽ പാറ്റേനെ തിന്ന് നോക്കി. നമ്മളെ എന്താ പറയുക, ഉണക്കമീൻ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പൊരിച്ച് ആ ഒരു ടേസ്റ്റാണല്ലോ. ഫുള്ള് തിന്നില്ല, വെറുതെ വേസ്റ്റായി. നമ്മളതിൽ നിന്ന് കുറച്ച് മാത്രമേ കഴിച്ച് നോക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് എവിടെ നല്ല നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സ്പോട്ട് നോക്കി നടക്കുകയാണ്. അതായത് ഈ ചിക്കനും ബീഫും പിന്നെന്താ കൊഞ്ച്, അതൊക്കെ എന്തോ വെച്ച് പൊരിച്ച് വെച്ചതാണ്. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂട്ടി കാണണം, ബൈക്ക് പോലെ ഉണ്ട് കാണാൻ. ചെരുപ്പിട്ടിട്ട് കാല് എങ്ങനെയാണ് അവിടെ തട്ടി 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 മറ്റേ ഷൂ ഇട്ടിട്ട് അവിടെ മുറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഫിഫി ഐലൻഡിൽ പോയപ്പം അവിടുന്ന് അവർ ഫോട്ടോസ് എടുക്കും, ക്യാമറമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാളെടുത്തത് ഒരുപാടുണ്ട്, പക്ഷേ നല്ലത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നിന് എത്ര പൈസയായിരുന്നു, എത്രയായിരുന്നു? തായ്ബാത്ത് 200 ഒരു ഫോട്ടോയ്ക്ക് 200 തായ്ബാത്താണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് 3 എണ്ണമാണ് എടുത്തത്.
ഒന്നിത് നല്ലോണം വെളുപ്പിച്ചെടുത്തു. പിന്നെ ഉള്ളത് ഇതാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇത് നമ്മൾ അതായത് ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് നമ്മൾ പോയി തിരിച്ചു വരുമല്ലോ സ്ഥലങ്ങൾ കണ്ടിട്ട്. അപ്പം തിരിച്ചു വരുന്ന സമയത്ത് അവർ ഫോട്ടോസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനെടുത്തത് പിന്നെ ഉള്ളത് ഇത് എൻ്റെ ഫോണിൽ പിന്നെ ഫോട്ടോ എടുക്കണ്ടിട്ട് പോസ്റ്റ് ചെയ്തതാണ്. ശരിക്കും ഇപ്പുറത്തെ സൈഡിനടുത്ത് നല്ല രസമുണ്ടാവുന്നു. അവരെപ്പോൾ വന്ന് എടുത്തതെന്നൊന്നും അറിയില്ല. പക്ഷേങ്കിൽ ബാക്കി നമ്മളെ ടീമിൻ്റെ കൂടെ ബോട്ടിലുള്ള ആൾക്കാർക്ക് ഫോട്ടോസ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിലെടുത്താണ്. ഓക്കെ, ഞാൻ സബിനായിട്ട് നിൽക്കുന്നത് എടുത്തിട്ടില്ല, അതെടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഇത് ഇന്നലെ പോയതാണ്. ഇന്ന് പോകുമ്പോൾ നമുക്ക് ഇത് മറ്റേ ഇതിൻ്റെ അല്ലേ, മറ്റേ ഗോൾഡിൻ്റെതും അവിടെ നിന്ന് കിട്ടിയ കാർഡാണിത്. രണ്ടെണ്ണം. പിന്നെ നമ്മൾ ടൈഗർ പാർക്ക് പോയപ്പം അവിടുന്ന് കയറുമ്പം കിട്ടിയ ടിക്കറ്റാണിത്. ടൈഗർ പാർക്ക് ഫോക്കസ്. ഓക്കെ, രണ്ടാളുടേതാണ്. അപ്പം നമ്മൾ കയറുന്ന സമയത്ത് സമനേട്ടൻ നമ്മൾ ഫസ്റ്റ് ചെയ്തതിന് സെലക്ട് ചെയ്ത് മീഡിയ ആയിരുന്നു. പിന്നെയാണ് നമ്മൾ ബിഗാക്കി എടുത്തത്. എന്താ വെച്ചാൽ മീഡിയം ഏകദേശം